ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമുക്ക് പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം മതി. പിന്നെ ഈ പുഡിങ്ങിന് നമുക്ക് അധികം ചേരുവകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ പാക്കറ്റ് ബിസ്ക്കറ്റ് നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തു എന്നേ ഉള്ളൂ. ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൊടുക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ബിസ്ക്കറ്റ് 4 or 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബിസ്ക്കറ്റെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ നമ്മൾ കോൺഫ്ലോർ തന്നെ എടുക്കണം കേട്ടോ, മൈദയൊന്നും പറ്റില്ല. പിന്നെ 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് പാലാണ്. അപ്പോൾ ഒരു സോസ് പാനിൽ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ നമുക്ക് മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1/2 കപ്പ് പാൽ ചേർത്തിട്ടാണ് കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ളത്. ബാക്കി 1/2 കപ്പ് പാൽ ഞാൻ ഈ സോസ് പാനിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ. ഇനി നമ്മൾ പാലിൽ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഈ കോൺഫ്ലോറിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് തിക്കാവുന്നത് വരെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നല്ല തിക്കായി വന്നിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബിസ്ക്കറ്റ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പുഡിങ്ങിന് നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി നല്ലൊരു വാനില ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുക. അപ്പോൾ വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബിസ്ക്കറ്റ് നല്ല പോലെ മെൽറ്റ് ആവാനൊന്നും നിൽക്കണ്ട. നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നൊരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബൗളിൽ സെറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ള് വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് 3 or 4 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ, ഒന്നും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഒക്കെ ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുഡിങ് കിട്ടുക. എന്നാലാണ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷമാണ് പുഡിങ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ ഈ പുഡിങ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് തന്നെയാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ് പുഡിങ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.